സമീപത്തെ സ്ഥിരം ശല്യക്കാരനായ കാട്ടാനയ്ക്ക് റേഡിയോ കോളർ ഘടിപ്പിക്കുവാൻ നീക്കം. ഇതിനായുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. ജനവാസ മേഖലകളിൽ സ്ഥിരം സാന്നിധ്യമായ കാട്ടാന വലിയ നാശനഷ്ടമാണ് പ്രദേശത്ത് വരുത്തുന്നത്. കൃഷിനാശം ഉൾപ്പെടെ സൃഷ്ടിക്കുന്ന കാട്ടാന ജനങ്ങളുടെ ജീവനും ഭീഷണിയായ സാഹചര്യത്തിലാണ് നടപടി. റേഡിയോ കോളർ ധരിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ തുടങ്ങി. കാട്ടാനയെ കണ്ടെത്തുന്നതിനായി കോട്ടപ്പടി വടക്കും ഭാഗത്താണ് ദൗത്യം നടക്കുന്നത്. അസിസ്റ്റന്റ് ഫോറസ്റ്റ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ ബിനോയ്, റേഞ്ച് ഓഫീസർ ലുതീഷ്, RRT ഡെപ്യൂട്ടി RO എബിൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് നടപടികൾ. ആനയെ ആദ്യത്തെ ഫസ്റ്റ് ഡോസ് കൊടുത്താണ് വെടിവെച്ചത്. അത് ആന ഇപ്പോൾ വനത്തിൻ്റെ അകത്തേക്ക് പോയിരിക്കുകയെന്നാണ് ഉദ്യോഗസ്ഥന്മാർ അറിയിച്ചത്. ഏതാണ്ട് 15ഓളം ഉദ്യോഗസ്ഥന്മാർ ഈ ആനയെ നിരീക്ഷിക്കുന്നുണ്ട്. ആനയെ മയക്ക് വെടിവെച്ച് കൃത്യമായി ഈ സ്ഥലത്തുനിന്ന് മാറ്റാനുള്ള നിർദ്ദേശമാണ് വകുപ്പ് മന്ത്രി കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാർ ആനയെ കണ്ടാൽ കോളർ പിടിപ്പിച്ച് 2 ദിവസം കൊണ്ട് ആനയെ മാറ്റാനുള്ള എല്ലാ നടപടിയും സ്വീകരിക്കാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്യധികം ആശങ്കാജനകമായ ഒരു അവസ്ഥയായിരുന്നു ഇന്നലെ മുതൽ. ഈ കാര്യത്തിൽ ഗവൺമെൻറ് യുക്തമായൊരു തീരുമാനം കൈക്കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നടപടികളിലേക്ക് എത്തി റേഡിയോ കോളർ കൊടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥിതിയിലേക്ക് വന്നിട്ടുണ്ട്. ആദ്യഘട്ടം വെടിവെച്ചു, ആനയെ ലൊക്കേറ്റ് ചെയ്തു. ഇനിയിപ്പം പിന്നെ ആന മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഉൾക്കാട്ടിലേക്ക്. ബൂസ്റ്റർ ഡോസ് ചെയ്യേണ്ടി വരും എന്നുള്ളത് അറിയിച്ചിട്ടുണ്ട്. ഉടനെ തന്നെ അത് ചെയ്ത് കഴിഞ്ഞാൽ 1 മണിക്കൂറിനുള്ളിൽ തന്നെ ആനയെ ലൊക്കേറ്റ് ചെയ്ത് അല്ലെങ്കിൽ റേഡിയോ കോളർ പിടിപ്പിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് കിടക്കും. ശാശ്വതമായ പരിഹാരം ഈ ആനയെ ഇവിടെ നിന്ന് പിടിച്ചു മാറ്റുമെന്നതാണ്. അക്കാര്യത്തിൽ രണ്ടാമതൊരു അഭിപ്രായമില്ല. ഗവൺമെൻറ് സൈഡിൽ നിന്ന് ഇനി എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ മറ്റൊന്നും വിചാരിക്കാതെ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഈ കാര്യത്തിൽ നമ്മൾ വെയിറ്റ് ആൻഡ് സീ എന്നുള്ളതാണ്. ഈ പെട്ടെന്ന് തന്നെ ഇപ്പോൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായി ആളുകൾ താമസിക്കുന്ന മേഖലയാണ്, കൃഷിക്കാരാണ്. അവരുടെ ആവാസ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എത്രയും പെട്ടെന്ന് പരിഹരിക്കുക എന്നുള്ള അവരുടെ നിലയിലേക്ക് കാര്യങ്ങളുണ്ട്. ന്യൂസ് ബ്യൂറോ, കോതമംഗലം.